പ്രാവശ്യം നോബൽ സമ്മാനത്തിന് അർഹയായി. 1903 ഫിസിക്സിലും 1911 കെമിസ്ട്രിയിലും 2 പ്രാവശ്യം നോബൽ സമ്മാനം ലഭിച്ചു. പ്രഗത്ഭ ശാസ്ത്രജ്ഞനായ ഭർത്താവ് പിയറി ക്യൂറിയുടെ മരണത്തിൽ അവർ തളർന്നില്ല. പിന്നീട് പോളണ്ടിൽ റേഡിയോ ആക്ടിവിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സൈനികർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റേ മെഷീനുകളുടെ പരിശീലനം നൽകിയും പിന്നീട് മേരി ക്യൂറി ഒരുപാട് റഷ്യയുടെ സർ ചക്രവർത്തിയുടെ അധീനതയിലുള്ള പോളണ്ടിലെ മഞ്ഞി എന്ന വിളിപ്പേരോടെയാണ് മേരി ക്യൂറി ജനിച്ചത്. അച്ഛൻ അധ്യാപകനായിരുന്നു. അമ്മ പ്രശസ്തമായ ഹൈസ്കൂൾ നടത്തി വരികയായിരുന്നു. മേരിയുടെ ജനനത്തോടെ അമ്മ രോഗിണിയായി. പിന്നീട് മേരിയുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. മേരിയുടെ അമ്മ 11 വയസ്സുള്ളപ്പോൾ തന്നെ മരിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ സഹോദരിയായ സോഫിയും മരണമടഞ്ഞു. പിന്നീട് റഷ്യൻ വിപ്ലവത്തിനെതിരെ പോരാടി എന്ന പേരിൽ മേരിയുടെ അച്ഛൻ്റെ ജോലി നഷ്ടമായി. അമ്മയുടെ സഹോദരൻ്റെ മരണത്തിന് ശേഷം കൊച്ചുമേരിയും കുടുംബവും വളരെയധികം സങ്കടത്തിലായി. ഈ സങ്കടങ്ങൾ അവരെ വല്ലാതെ അലട്ടിയിരുന്നു. അവരുടെ ജീവിതം വഴിമുട്ടിയിരുന്നു ആ കുടുംബത്തിന്. അത് മാറ്റാൻ വേണ്ടി കൊച്ചുമേരി അച്ഛൻ്റെ അലമാരിയിൽ വെച്ചിരുന്ന കണ്ണട പരീക്ഷണങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. അച്ഛനൊപ്പം പരീക്ഷണങ്ങൾ ചെയ്യാനായി കൊച്ചുമേരിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. 16-ാമത്തെ വയസ്സിൽ കൊച്ചുമേരിക്ക് സ്വർണ്ണ മെഡൽ നേടി വിദ്യാഭ്യാസം അവസാനിച്ചു. ചേച്ചി പാരീസിൽ മെഡിസിൻ പഠിക്കാൻ പോയി. മേരി ആയയായും വീട്ടുജോലിക്കാരിയായും ട്യൂഷൻ ടീച്ചറായും ജോലികൾ ചെയ്ത് പൈസ സമ്പാദിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ചേച്ചിക്ക് പഠിക്കാൻ വേണ്ടി പൈസ സമ്പാദിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അക്കാലത്ത് മേരി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. അതുപോലെ തന്നെ അന്ന് അവിടെ ഇല്ലായിരുന്ന പോളിഷ് ഭാഷ മേരി പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ അന്ന് ഫ്ലൈയിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രഹസ്യമായി മേരി പഠനം തുടങ്ങി. ചേച്ചി ബ്രോണിസ്ലാവയുടെ പഠനവും വിവാഹവും കഴിഞ്ഞ് 1891 അവരുടെ കൂടെ സഹായത്തോടെ മേരി ബിരുദ പഠനത്തിന് പാരീസിൽ സോർബോൺ സർവകലാശാലയിൽ ചേർന്നു. കടുത്ത ദാരിദ്ര്യത്തിനിടയിൽ കുറച്ച് രൂപ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. സർവകലാശാലയ്ക്കടുത്തുള്ള വീടിൻ്റെ തട്ടിൻപുറത്തായിരുന്നു താമസം. വല്ലപ്പോഴും പിതാവ് പണം അയച്ചിരുന്നെങ്കിലും ആഹാരത്തിന് മാത്രമേ തിരിഞ്ഞിരുന്നുള്ളൂ. കടുത്ത തണുപ്പിലും കമ്പിളിപ്പുതപ്പൊന്നും അവർക്ക് പുതയ്ക്കാനുണ്ടായിരുന്നു. പല ദിവസങ്ങളിലും പട്ടിണിയോടെയാണ് അവർ ക്ലാസ് എടുത്തിരുന്നത്. അതിൻ്റെ ഫലമായി ക്ലാസ്സുകളിൽ നിരന്തരം ബോധം കെട്ട് വീഴുന്നത് അവർക്ക് ഒരു പതിവായിരുന്നു. ഈ ദാരിദ്ര്യത്തിൻ്റെ ഇടയിലും തളരാൻ മേരി ക്യൂറി അന്ന് തയ്യാറായില്ല. അങ്ങനെ അവൾ പഠിച്ച് ഊർജ്ജതന്ത്രത്തിൽ ബിരുദവും ഗണിതത്തിൽ ബിരുദാനന്തര ബിരുദവും ഇതിനിടയിൽ ഫ്രഞ്ച് ഭാഷയും അവൾക്ക് സ്വായത്തമാക്കി. ബിരുദാനന്തര ബിരുദ പഠനത്തിന് ശേഷം മേരി തന്റെ കൊച്ചു പരീക്ഷണശാലയിൽ റേഡിയോ ആക്ടിവിറ്റിയിൽ പരീക്ഷണങ്ങളുമായി കഴിയവേ പിയറി എന്ന ഫ്രഞ്ച് ചെറുപ്പക്കാരനായ ശാസ്ത്രജ്ഞനെ കണ്ടുമുട്ടി. 1895 അവർ വിവാഹം കഴിച്ചു. വിവാഹമോ പ്രസവമോ അവരുടെ പരീക്ഷണങ്ങൾക്ക് ഒരു തടസ്സമേ ആയിരുന്നില്ല. ഇതിനിടയിലാണ് ഹെൻറി ബെക്കറിൽ എന്ന ശാസ്ത്രജ്ഞൻ യുറേനിയത്തിന്റെ അയിരിൽ നിന്നും കിരണങ്ങൾ പുറപ്പെടുവിക്കുന്നതായി കണ്ടെത്തിയത്. ക്യൂറിമാർ ഇതിനെ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിച്ചു. 1898 തന്റെ ജന്മനാടിന്റെ പേര് ചേർത്ത് മേരി പൊളോണിയം എന്ന മൂലകം കണ്ടെത്തി. നോബൽ സമ്മാനം എന്ന് പറയുന്നത് തന്നെ എത്ര വലിയ കാര്യമാണ്. എനിക്കറിയാമോ, മേരി ക്യൂറിക്ക് 2 നോബൽ സമ്മാനമാണ് വ്യത്യസ്ത ശാസ്ത്ര വിഷയങ്ങളിൽ കിട്ടുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് 1903 ഊർജ്ജതന്ത്രത്തിന് മേരി ക്യൂറിയും ഹെൻറി ബെക്കറിനോടൊപ്പം പങ്കിട്ടെടുത്തതാണ്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾ ഒരു കുതിരവണ്ടി അവിടെ വെച്ച് പോയി. പിന്നീട് അവളൊരു കുതിരവണ്ടി ഇടിച്ചാണ് മരണപ്പെട്ടത്. സമയത്തിൽ അദ്ദേഹത്തിന് മേരിക്കിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് മേരി ക്യൂറിക്ക് നോബൽ സമ്മാനം കിട്ടിയത്. പിന്നെ മേരി ക്യൂറിയുടെ മകളായ ഐറിൻ ക്യൂറി എന്ന് പോസിബിൾ. ഐറിൻ ക്യൂറിയും ഭർത്താവ് ഫ്രെഡറിക്കിന് 1935 നോബൽ സമ്മാനം ലഭിച്ചിരുന്നു. കൃത്യമായ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നതായിരുന്നു പുരസ്കാരം. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആദ്യമായി പരീക്ഷിച്ചത് മേഡം ക്യൂറിയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധമുഖത്ത് റേഡിയോ ആക്റ്റീവ് സംവിധാനം ഉപയോഗിക്കാനും ക്യൂറി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെയാണ് മേഡം ക്യൂറി പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. തന്മൂലം 1934 ജൂലൈ 4 രക്താർബുദം മൂലം മേഡം ക്യൂറി
തനിക്ക് മുന്നിലുണ്ടായ പ്രതിസന്ധികളെ വളരെ ധൈര്യപൂർവ്വം നേരിട്ട വ്യക്തിയാണ് മാഡം മേരി ക്യൂറി. ഒരു സ്ത്രീക്ക് ശാസ്ത്രജ്ഞയാവാൻ കഴിയും, പ്രൊഫസറാകാൻ കഴിയും, നോബൽ സമ്മാന ജേതാവാകാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് മാഡം മേരി ക്യൂറി.